അവർ നല്ല ഉറക്കശ ഉണ്ട്, ഉറങ്ങാൻ പറ്റിയില്ല. കാലത്തിൽ വേദന ഇപ്പോഴും എന്ത് സാധനമാണ് ഫുള്ള് ഇപ്പോഴും കടയ്യ നിന്നിട്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചേരം കിടക്കണ്ട കേട്ടോ, കഴിച്ചില്ല. ഇങ്ങോട്ട് അടിക്കണ നോക്കിയാ ഈ മലയ്ക്ക് അടിക്കും. ലൈറ്റിങ് ഞങ്ങൾ ഇവിടെ വന്ന് രാവിലെ കണ്ടപ്പോഴാണ് ഏറുമാടം കെട്ടി. ആന എന്ത് ഫാസ്റ്റ് തിരിഞ്ഞില്ലേ, സെക്കൻഡ് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് തിന്നാ കാണൂലല്ലോ ഫോണിൽ കാണില്ല. അതായത് ആ ടോർച്ച് പവർ കുറഞ്ഞു അല്ലേ, ടോർച്ച് പവർ കുറഞ്ഞില്ലേ, വെട്ട് മാറ്റണം. ഉറങ്ങണേന്റെ ഇടക്ക് വന്നിട്ട് ചക്കട്ടെടുത്താൽ മതി നടക്കിന്. നിക്കന്നെ തള്ളിയത് മൊത്തത്തിൽ. അവൻ വന്നു സൂര്യൻ പുറത്തേക്ക് വന്നു. ഫോണില് കാണാണ്ട്, ഫോണിലേ കാണുള്ളൂ. ഫോണിൽ കാണാൻ നല്ല രസമുണ്ട് അല്ലേ, കണ്ണുകൊണ്ടുള്ള കാഴ്ചകളില്ല. താന്നോ ബന്തി ഈ മലയൊക്കെ അടിക്കുന്ന ലൈറ്റിങ് ഭയങ്കര രസം. ഒന്നതിമക്ക് ഒന്നതിമക്ക് ആദ്യം വാവൽമടി മലമക്കഴിയ ഒരു ലൈറ്റ് അടിക്കും. നല്ല തണുപ്പട്ടോ. എന്നാലും ആന ഇന്നലെ ഒക്കെ ഇവിടെ വരെ ആശാൻ വന്ന് അവിടെ നിന്നിട്ടാണ് തിരിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തില്ല, ടോർച്ച് അടിച്ചില്ല. കറക്റ്റ് അവിടുന്ന് നല്ലൊരു സൈസുള്ള കൊമ്പൻ, ചെറിയ കൊമ്പാ അല്ലേ, കുട്ടിക്കൊമ്പനാ. അതായത് നമ്മളെ പിടിയാനക്കൂട്ടത്തുനിന്ന് വലുതായ കൊമ്പനെ തട്ടി ഒഴിവാക്കിയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു സൈസുള്ള കൊമ്പല്ലേ, ആ ഒരു മുതലാണ് കുറുമ്പൻ. കുത്തി കീറോ കിട്ടി കൈ കിട്ടിയാൽ. പക്ഷെ ആളൊരു ഇതാണ്, ഓടല്ലേ കണ്ടപ്പം പേടിയാണ്. എന്നാ അത് മനുഷ്യന്മാരെ കാണില്ലല്ലോ, നമ്മളിതുവരെ കണ്ടില്ല, ആദ്യമായിട്ട് ഉള്ള കാഴ്ചയാണ് ആനനെ കേട്ടോ. ഓനാണ് ആ കൊമ്പ് മറ്റേ ഇന്നലെ കാണിച്ചെന്ന വീഡിയോയിലെ താഴത്തെ പ്ലാവൊക്കെ ഫുള്ള് ഇടിച്ച് വിളിച്ച് നാനാവിശേഷമാക്കി. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇനി പോയി ചായ ഉണ്ടാക്കുക. എന്നാൽ സൂര്യൻ മേലെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിപ്പിടാൻ സെറ്റാക്കാം. അത് പൊളിക്കൂലേ കേട്ടേ. അതിന് ആന വരട്ടടാ, അല്ല കാട്ടിൽ ഇനിയിപ്പോ ആന വരൂല പറഞ്ഞിട്ട് ഇപ്പൊ ഏടെ ഉണ്ടാക്കിയേക്കണ്. ആനക്ക് ഇപ്പൊ എന്ത് സൈഡാ, നല്ല ആനക്ക് പ്രത്യേകിച്ച് ഒരു റൂട്ടും ഇല്ലടേ, തോന്നിയ റൂട്ട് കൂടെ വരും. ഇന്നലെ ഇപ്പോൾ ആനൻ്റെ റൂട്ട് ഏതോ ആനകൾ പോയ റൂട്ടാ വെച്ച് പാവ അതിൽ ഇറങ്ങി വന്ന് കട്ടക്കാലത്തിന്. ചെറിയ 2-3 സൗണ്ട് കേട്ട് അതിൽ ഓരോ ദിവസം ഓരോ രസമാട്ടോ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ. അതൊന്ന് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഓ വാവ്, just like a wow man. എന്നടാ അത്, നീ അങ്ങോട്ട് നോക്ക്. മതി സൂര്യൻ വന്നൊക്കെ മതി. അത് അപ്പൊ സൗഹൃദ നാട്ടുകാരെ, ഇന്നലെ ആന വന്നതിന്റെ അവശേഷിപ്പ് കണ്ടങ്ങള്
അപ്പോൾ ആ വീഡിയോയിൽ കുടുങ്ങിയണമെന്നുള്ള അറിയില്ല. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തുമ്പോൾ നോക്കട്ടെ എന്താ സ്ഥിതി അതേ വോയിസ് എങ്കിലും കിട്ടും. അത് സ്ലോ മോഷനിലായിപ്പോയി വീഡിയോ. പെട്ടെന്ന് നമ്മൾ ഉറക്കത്ത് എണീച്ചപ്പെടുത്തല്ലേ. ഇവിടെ താഴത്തെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നീച്ചത്. ഞാൻ എന്നാലും എൻ്റെ തുണി അവിടെ ചിക്കിട്ടേനി. ആ തുണി ഇതവിടെ നോക്കിയാ, ആ തുണി അവിടെ നോക്കിയിട്ടേനി. അതവിടെ പിന്നെ ആന കൊണ്ടുപോയിട്ടാണ് ഇതാ ചെന്നക്കുവ. ഇതാ നോക്ക്, ഒരു ചൂരുണ്ടല്ലോ എപ്പോഴും ഇല്ല. ഇതാ ഇവിടെ തിരിഞ്ഞതാ നോക്ക്, തിരിഞ്ഞോടിയതാണിത്. ഇതാ ഇവിടെ അവൻ്റെ കാലിതാ അവൻ ഇവിടെ നിന്ന് എവിടെ ഉണ്ടായിന്. ഇതാ ഇതന്നെ ഈ നിർത്തം നിൽക്കുക നമ്മൾ നോക്കുമ്പോ. ആദ്യം അങ്ങോട്ട് തിരിഞ്ഞിക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോവേനി. അപ്പോഴാണ് നമ്മൾ ടോർച്ച് അടിച്ച് അതൊക്കെ നമ്മൾ നാസാക്കി തന്നെ. ആ ടോർച്ച് അടിച്ചതാണ് ആശാൻ ഒറ്റ തിരിച്ചിലും അതേ ടേണിങ് എടുത്തിട്ട് ഇതിനുള്ളിൽ പോയി. എന്താണ് അതിനുള്ള സൗണ്ട് ഇട്ടിന്? ഏതല്ല ഇന്നലെ വലിയ കേറിപ്പോയത്. പക്ഷെ നല്ല പേടിച്ചു ഓടി കേട്ടോ. പേടിച്ച് നിലം തൊട്ടില്ല, പേടിപ്പോയി അല്ലേ. നല്ല പേടിച്ചു നാശാൻ. എന്തൊരു ഓട്ടം ഓടി. ഫുള്ള് കത്തില്ലേ. ഇഡ്ഡി സാർ ചായയുടെ പാത്രം, ചായപാത്രം നശിച്ചു. ഇവിടെ ഇരിപ്പിടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കാലെത്തി ഇരിപ്പിടുണ്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ 4 ആന. ഒരാന അതൊന്നും കിട്ടിയിട്ട് കൂടിയില്ലല്ലോ അതിൻ്റെ ഒരു ഭാഗം പോലും. നല്ല സാധനം, ഒറ്റ കൊമ്പൻ. ഇത് ചെയ്യാനാ കോളമ്പിലായി പോയില്ലേ. അതെ, അതിനാ പെട്ടെന്നുള്ള വെട്ടപ്പാടില്ലേ. ആന ആദ്യം സൗണ്ട് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് താഴത്ത് അവിടുന്ന് സ്റ്റെപ്പിന്റെ ഇതിലൊക്കെ സൗണ്ടാണ് കേൾക്കണേ. ഞാൻ വിചാരിച്ച എന്തോ സാധനം വീടാണ്. അങ്ങനെ പ്രവീണ എണീപ്പിച്ചാല് ഓൻ 2 നിന്ന് പിന്നെയും സൗണ്ട്. ആനയാണോ വെച്ച് പ്രവീണ വെച്ചിട്ടുണ്ട് താഴെ താഴത്തെ ആന. ഇതിനെ കണ്ണാട കാണുമല്ലോ. അതിൽ ആ ആവേശത്തിന് ഫോൺ എടുത്തായിട്ട് വീഡിയോ എടുത്താ ടൈം ലാപ്സ് സ്ലോ മോഷനായി ചെയ്തു വീഡിയോ. പ്രവീൺ ലൈറ്റായിട്ട് അടിച്ചാൽ ആന ഇത്രയും കാലം കാണാത്ത ലൈറ്റല്ലേ, ഈരത്തിൽ കണ്ടില്ലല്ലോ, ആൾക്കാരെ വരെ കാണാത്താണ്. മേലത് ഇവിടുന്ന് അങ്ങോട്ട് റൗണ്ടെല്ലാം അടിച്ച് ഞാൻ വിചാരിച്ച് ഏർമാടം കുത്തി തള്ളിയതല്ല വരവാണ്. ആ മരം കുറച്ചേരം നോക്കി വരുന്ന ലൈറ്റ് നിന്നില്ലേ. അപ്പൊ 2 മരം ഒരുമിച്ച് കുത്തി തള്ളിയാൻ കഴിയില്ല. അതാണ് നമ്മളെ ധൈര്യം. ആ 2 മരം തള്ളിയിരുന്നെങ്കിൽ കുറച്ച് മെനക്കെടും. എന്താ ചെയ്യാ, അടുത്ത എന്തായാലും കാട്ടിലല്ലേ ആനഞ്ഞും വരും. അതെ, ഇന്നലെ നമ്മളെ സാമ്രാജ്യത്തിൽ ആന കയറി. അതെ, സാമ്രാജ്യത്തിൽ എൻ്റെ തുണി അവൻ വലിച്ചതിന് പോകുന്ന സ്ഥലത്ത്. പക്ഷെ മുകളിലേക്ക് അവൻ എത്തിയില്ല, മുകളിലേക്ക് അവൻ ശ്രമിച്ചില്ല കേട്ടോ. നമ്മളെ കിച്ചണിലേക്കൊന്നും അവൻ ശ്രമിച്ചില്ല. പക്ഷെ ഇവിടുന്ന് നമ്മൾ ആ തുണിയൊക്കെ വലിച്ചാണ്ട് റോട്ടുമ്പോൾ കിട്ടും. അവൻ തിന്നാൻ പറ്റിയ എന്താണോ നോക്കിയതാ. ആ ചെന്നക്കൂ നോക്കിയാ എവിടുന്നോ കൊണ്ടേ ഇട്ടാണ്. നല്ല റോഡ് ഇതിലോ ഓടി രക്ഷപ്പെട്ടില്ലേ ഇപ്പൊ. നമ്മളാ റോഡിലൂടെ തന്നെ പിടിച്ചു പോയതാണ്. നമ്മളതിന്റെ വെച്ചിട്ട് നല്ല ഹൈവേ റോഡ് അല്ലേ. മിണ്ടാ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. എന്നിട്ട് ചാവാ തീർക്കുന്ന ഉറപ്പാ. ഓനാണെങ്കിൽ പേടി തൊണ്ടണം, അവൻ എന്ത് കണ്ടാലും പേടിയാ.
ഓൻ പേടിച്ചിട്ട് ഒരു പിണ്ടം വരെ ഇട്ടില്ലല്ലോ, പള്ളേരെ ആയില്ല നമ്മളൊക്കെ വിശന്നിട്ട് വരെ. ചക്കി തപ്പി ഇങ്ങനെ നിർക്കത്തല്ല ആണായ കാലത്തൊക്കെ. എടാ അടുക്ക് ഓരോ ഇത് താത്തി നോക്ക കിട്ടിയത് കുയ്യു വരെ അതിന് നിൽക്കൂല. ഏട്ടഞ്ഞ് താത്ത ഇത് താവണ്ടേ? അത് നിക്കും, ഇരിക്കുമ്പോ അങ്ങോട്ട് പോകും. മണ്ണിട്ടായിട്ട് രണ്ട് സൈഡ് നിക്കുമ്പോ ബാലൻസ് ആവും. ഞാനെ കലിപ്പ് എടുക്കാൻ വരില്ലേക്കൂലേ? ടോർച്ച് അടിച്ചില്ല. റോയേട്ടനെ അടക്കി വെക്കും. നമ്മളെ ആന തന്നെ ശ്രദ്ധിക്കണ്ടേ, ആന തീർക്കും. ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആന തീർക്കും. കൈ കിട്ടി അവൻ ഇഞ്ചിൻ ചെയ്ത് വെക്കും. അവന്റെ സ്വഭാവം കണ്ടിട്ട് ഇഞ്ചായൊന്നുമില്ല, ഒറ്റ അരക്കലാവും. അതാ പോവാ നോക്കാമെന്നില്ല. ഊരിലേ വാ അയ്യോ. തീരുന്നേരം പോവാ, തീട്ട പോവും. ആനൻ്റെ സൗണ്ട് ഇട്ട് നിൽക്കുക കേട്ടോ. ഏത് ഭാഗത്താന്നുള്ള അറിയില്ല. മാവണം താത്താനുണ്ട് അല്ലേ? നോക്കണം. നമ്മൾ നല്ല അതിൽ ഇറങ്ങിപ്പോയത് ഇതിലല്ലേ? നായരനെ കയറി വരുന്നുണ്ട്. അല്ല ഇറങ്ങിക്കോ കുറച്ച്. അങ്ങനെ ചായ കുടിച്ചിരിക്കുന്നു. ഓക്കെ, ക്യാമ്പ് ഇട്ട് ചായ കുടിച്ച് എന്താ നമ്മൾ ആന വന്ന വഴി. നമ്മൾ ഇന്നലെ വഴി തെറ്റി ആനക്കും വേണ്ടിയാ തോന്നുന്നുണ്ട്. ആനെ തെരഞ്ഞ് ഇന്നലെ ഫുള്ള് നടന്നതിൽ ആന തിരിച്ച് നമ്മളെ തരാനൊന്നും ഇങ്ങോട്ട് വന്ന കേട്ടോ. ആരാണ് ഇന്നെ തെരഞ്ഞു നടക്കണം? ഓനെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ പറഞ്ഞിട്ട് വന്ന. അങ്ങനെ ചായ കുടി കഴിഞ്ഞു, പരിപാടികളൊക്കെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ 2 കുയ്യൊക്കെ കുഴിച്ച് വെച്ചിന് ഇത് കാലിറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇരിപ്പിട അങ്ങോട്ട് മാറ്റണം. ബാക്കി എന്താണ് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ട്രക്കിങ് നടക്കുകയാണെങ്കിൽ ട്രക്കിങ് ചെയ്തുതരാം. കാരണം കാല് ഭയങ്കര പെയിൻ കിട്ടും. ഒന്നാമത് പൊള്ളിയത് ഭയങ്കര പെയിൻ. ഇത് കണ്ടില്ലേ, ഇവിടെ മൊത്തത്തിൽ പൊള്ളിയതാണ്. പൊള്ളിയത് നല്ല പെയിനുണ്ട്. പോരാത്തതിന് ഇന്നലെ ആ വെള്ളച്ചാട്ടമല്ല, നമ്മളാ ഉരുള് പൊട്ടിയ സ്ഥലത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പം ഒരു കുയിലേക്ക് കാല് കുടുങ്ങി. അപ്പോൾ ആ ശക്തമായിട്ടുള്ള വീഴ്ചയിൽ കാല് നല്ല മറ്റ് എന്താണെന്നറിയില്ല, ചതവുണ്ടോ ഇടവുണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ ഒടിവൊന്നുമില്ല,
മടങ്ങി ഇരിക്കാൻ കഴിയുന്നില്ല, കാല് മടക്കാൻ കഴിയുന്നില്ല. വൈദ്യരെ അടുത്ത് കൊണ്ടിരും. നമ്മൾ ഡോക്ടേഴ്സ് അല്ലല്ലോ, വൈദ്യന്മാരല്ല നമ്മളത്. നമ്മളാദ്യം ഞാൻ ഗുളികയും കാര്യങ്ങളൊന്നും പൊതുവേ കുടിക്കാറില്ല. പിന്നെ നമ്മളൊരു സുന്ദരൻ വൈദ്യനുണ്ട് കടുങ്ങല്ലൂർ, മൂപ്പരെ കാണിക്കാനാണ് നമ്മൾ പോവാറ്. മൂപ്പര് അടിപൊളി മനുഷ്യനാണ്. മൂപ്പരോട് കഴിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോപ്പതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അലോപ്പതിക്ക് തന്നെ പോകണമെന്ന് പറയും മൂപ്പര്. ഇത് നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണിക്കണം, മെഡിക്കൽ കോളേജിലുള്ള ഇന്ന പ്രൊഫസറെ കാണിക്കണം എന്ന് മൂപ്പര് ആദ്യം പറയും. നിങ്ങൾ അവിടെ പോയി കാണിച്ചാൽ മതി. ഡോക്ടറെ കൂടെ നിന്നിട്ട് വരെ എക്സ്പീരിയൻസ് ഉണ്ട് മൂപ്പർക്ക്. അടിപൊളി മനുഷ്യനാണ്. നമ്മളെ ഈ അരീക്കോട് മുക്കം ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മൂപ്പരെ സമീപിക്കാവുന്നതാണ്. കടുങ്ങല്ലൂരാണ് മൂപ്പര സ്ഥലം. കൊണ്ടോട്ടി പോകുന്ന വഴി കടുങ്ങല്ലൂർ, കിശ്ശേരി എത്തുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ ഇവിടെ വെയിലാകുന്നതിന് മുമ്പ് ഇത് താത്തിട്ടാണ്ട് നോക്കുക. താത്തിട്ടാണ്ട് നമുക്ക് അവിടെ പോയി ഇരിക്കണം, വെയിലാവും. നമ്മളെ കാലുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് റിസോർട്ട് കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് തന്നെ ഉണ്ട്. ഫുൾ ഹാൻഡ് മെയ്ഡ്. അതെ. അതാ നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ മേൽഭാഗം അതാ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഹാൻഡ് മെയ്ഡാണ് അറിയില്ലേ, ആരും വേണ്ട, ഒരാളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. കടത്തി വെക്ക് മരം. ഒന്നുകൂടി വെക്കാ കേട്ടാ. കേട്ടെ. പഴയ നമ്മളെ താങ്ങില്ലേ, എന്താ പറയാ, ആൾത്താങ്ങിയോ അങ്ങനെ എന്തോന്ന് പറയണ്ടായല്ലോ പണ്ട് കാലത്ത്, വിശ്രമസ്ഥലമായിട്ട് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ അങ്ങനെ നമ്മളെ വെയിറ്റൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടായിന്. എന്തായാലും പറയല് എന്നുള്ള മറന്നുപോയി. എൻ്റെ കാലം നല്ല വേദന. നേരെ സുന്ദരൻ വൈദ്യൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. ഇപ്പം ആ കോലത്തിലേക്കാണ് പോകുന്നത്, കിടപ്പ് കാണുന്നത്. ഇതേനി എൻ്റെ പ്ലാൻ. ഇപ്പം കിട്ടിയില്ല മീറ്റർ പ്ലാൻ. എന്തേന് ചില്ലറ പ്ലാനേ ഉള്ളൂ. ഒന്ന് പൊന്തിക്കാൻ കഴിയില്ല കേട്ടോ. ട്രക്കിങ്ങിന് പോകാൻ ശ്രമിച്ചു നോക്കാം, കഴിയുമെന്ന് അറിയില്ല. നല്ല വേദന, കാലെടുത്ത് ഇങ്ങനെ വെക്കാൻ വരെ കഴിയില്ല. നീരൊന്നും ചെയ്തിന് കാലിൻ്റെ അടിയിൽ. കണ്ടോ, ഇവിടെ പെയിൻ അറിയാം, നല്ല പെയിൻ. ഇവിടെ ചെറിയൊരു വീക്കുണ്ട് എന്താ അറിയില്ല. നമ്മൾ ട്രക്കിങ്ങിന് കയ്യോ നോക്കട്ടെ, കയ്യാണെന്ന് തന്നെ നമ്മൾ പോവാം. ഇത് എത്രത്തോളം മഞ്ഞൾ കിട്ടി നോക്കിയാൽ, പച്ചമഞ്ഞൾ ഇനിയും ഉണ്ടാവും. ഇതിൻ്റെ അടി ഫുള്ള് മഞ്ഞളായിരിക്കും. ഇവിടെ ആദ്യം ഒരു കൃഷി സ്ഥലമാണ് കണ്ടിട്ട്. ആ കയൊക്കെ മഞ്ഞളായിരിക്കുമല്ലോ ഇപ്പോൾ പറയണേ അല്ലേ? അത് കൂവ് തന്നെയാണോ മഞ്ഞൾ തന്നെ?
ഇതിലങ്ങോട്ട് മഞ്ഞളുണ്ട് കേട്ടോ നല്ല. ഇവിടെയൊക്കെ മഞ്ഞളാ. നല്ല ക്യാമ്പ് ഫയർ എത്തുമ്പോൾ 5-6 കിട്ടി. അത് പുല്ല. അത് റോഡാ ഇവിടെ ഉണ്ടാവുള്ളൂ. അതും പുല്ല. ആ മഞ്ഞളാല്ലേ? ആ മഞ്ഞളാ. അതൊക്കെയാ വിൽക്കാൻ മാത്രം ഉണ്ടോ മഞ്ഞള്? ഇവിടെയൊക്കെ മഞ്ഞളാണല്ലോ. വേറെ കൊണ്ടുപോയി മറ്റേ കുറച്ച് എന്തിനത് മഞ്ഞൾ കൃഷിയോ? അത് എൻ്റെ അവിടെ കുറേ ഉണ്ട്. ഇപ്പൊ ഇല്ലാന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം മഞ്ഞളില്ല. വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തു കേട്ടോ. പൊതുവേ ചേന, ചേമ്പ്, മഞ്ഞൾ, കപ്പ, കാച്ചില്, എല്ലാ സാധനവും. കാവത്ത്, പിന്നെന്താ വെണ്ട, പയറ്, പായ, തെങ്ങ്, കവുങ്ങ്, മാവ്, മരങ്ങൾ വിൽക്കാനുണ്ടോ? വലിയതായി പോയിനല്ലേ. എണ്ണം വില കൊണ്ട് മക്കളെ തേപ്പിച്ച് കുളിപ്പിച്ചാലോ? തേക്കടി പറഞ്ഞിട്ട് 2 കുളിപ്പിച്ചാൽ നല്ല രസമാണ് മക്കളെ കുളിപ്പിച്ചത്. നോക്കിയാജി ഇത് എത്രത്തോളം മഞ്ഞൾ കിട്ടി നോക്കിയാൽ പച്ചമഞ്ഞൾ. ഇനിയും ഉണ്ടാവും ഇതിൻ്റെ അടി ഫുള്ള് മഞ്ഞളായിരിക്കും. ഇവിടെ ആദ്യം ഒരു കൃഷി സ്ഥലമാണ് കണ്ടിട്ട്. ആ കയൊക്കെ മഞ്ഞളായിരിക്കുമല്ലോ ഇപ്പോൾ പറയണേ. ഇത് ഇനി ഒന്നും കൂടി കട്ട് ചെയ്തൂടെ? അത് ഇനി ഒന്നുകൂടി കട്ട് ചെയ്താൽ കട്ട് ചെയ്യണം. ഞാനോ ഈ സാധനം നാട്ടിൽ കൊണ്ടോ? അതെ സ്പോട്ട് അടിക്കണം. പൊട്ടിയോ? വെച്ചിട്ടുണ്ടാവില്ലേ കല്ല്? ഇപ്പോൾ എടുക്കുമ്പോഴുണ്ട് കൊളത്തിട്ട് വെച്ച് അപ്പം പോയി. ഇതെങ്ങനെയുണ്ട്? പുളിയല്ലേ? ഇത് ഇങ്ങനെ വെക്കണോ? മറ്റേ മല വെച്ച് വെക്കാം. വീതി കൂടും. അത് ആവശ്യത്തിനുണ്ട്. അതോ ഇങ്ങനെ വെക്കണം? അങ്ങനെ വെക്കണേക്കും വൃത്തി. ഇങ്ങനെ വെക്കൂലേ വൃത്തി? വാടെ ബ്യൂട്ടി. ആദിവാസി സെറ്റപ്പാ പുള്ളി. കഴിഞ്ഞ് 2 ഉണ്ടാക്കണ്ടേ? പക്ഷെ 2 കണ്ടാക്കാൻ കഴിയത് പ്ലേറ്റ് ആക്കാൻ കഴിയണം. അത്രയും നല്ലത്. 2 ദിമക്കായി. കറക്റ്റ് ഹൈറ്റ് കിട്ടൂല. നോക്കേണ്ടി വരും. ഇതിപ്പോ ചെരുവിലുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കണം. ഇരിക്കാനുള്ള ചെയറിന് വേണ്ടിയിട്ടുള്ള ഇതാട്ട് അത് കട്ട് ചെയ്ത് 2 ആക്കി കഴിഞ്ഞാൽ നമ്മൾ 2 പ്ലേറ്റ് ആക്കിയിട്ട് ഷെയറാക്കാം. പല സെറ്റപ്പുകളെല്ലാം ഉണ്ട്. അതിൻ്റെ വെള്ളിയും കട്ടിന് റെഡിയാക്കാം. മരമായിട്ട് വരുന്നു. ഇരിപ്പിടം സെറ്റാക്കാണ്. കാലിന് വയ്യ. തൊക്കിക്കാടിയാ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. കാര്യങ്ങൾ നടക്കില്ലല്ലോ. പരിക്ക് പറഞ്ഞാൽ ഫുൾ പരിക്ക്. ഇതിൻ്റെ മരം കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലൊക്കെ നല്ല പരിക്കുകൾ സംഭവിച്ചു. ഇതൊക്കെ നമ്മൾ അന്ന് മുറിച്ചിട്ടേ നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് എടുത്തുകൊണ്ട് വന്ന്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥാനമുണ്ട് വീണെടുക്കണം. വലിയ മരം പൂതലടിച്ച് വീണാണ്. അടിക്കുറ്റി മാത്രമേ പൂതലുള്ളൂ. മോൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പരന്നിരിക്കാം അല്ലേ? അതിന് പറ്റിയതാ. മുറിച്ചാണ് സുഖം. സെറ്റല്ലേ? നമുക്ക് അവിടെ ഒരു ചാറിന സാധനം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക അറിയോ? എങ്ങനെ ഉണ്ടാക്കുക? എക്സ്ട്രാ ഉണ്ടാക്കുക കുഴിച്ചിട്ടോ? അതെ. എങ്ങനെ ഇങ്ങനെ കൊടുക്കുക? അയിമല് ബലം കൊടുക്കണ്ട. അങ്ങോട്ട് ചെരിവ് കൂടുതലാ. അവിടുന്ന് 2 കാല് വെച്ചിട്ടേ അത്യാവശ്യം നല്ല 2 വടിയോട് കൊടുത്താൽ ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇങ്ങനെ കിടക്കുക. അങ്ങനെ ചാരി കിടക്കാൻ അവിടെയും ഇരുന്ന് കാണാൻ പറ്റി. പൊളി മൂട്. ഇതല്ല ഉറച്ചിട്ടു സാധനമൊക്കെ. ഇനി ആനങ്ങനെ അടുത്ത വരവിന് ആന ഇതിൽ കൂടെ കറങ്ങി നടക്കണവൻ സൈസാക്കിയില്ലെങ്കിൽ നമുക്കത് കാണാം അല്ലേ? കുടുംബിനി ഇതവിടെ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്.
പ്രവാസി പ്രവാസി കുക്ക്. ആരൊക്കെയോ റൂമിൽ പറ്റിച്ചവൻ ചോറാന്ന് പറഞ്ഞു കൊടുത്തൊന്നും ചോറല്ലേ. സൗദിയിലെ പ്രവാസി കുക്ക്. ഞാൻ മാത്രമാണ് ഗൾഫിൽ പോയിട്ട് കുക്കിംഗ് പഠിക്കാത്തത്. ചായ ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ മുട്ട ബുർജി ഉണ്ടാക്കും. അതെ, എനിക്ക് ഷെഫൊക്കെ ഉണ്ടായിന് പറയാം. അവൻ്റെ അങ്ങനെയാണല്ലോ, നമുക്കറിയാലോ. അല്ല, കുറച്ചു കാലം മുമ്പ് വരെ ഞങ്ങൾ വലിയ റിച്ച് ആയിരുന്നു. പിന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. നമ്മൾ ഫാമിലിയാണ് വലുത്. നമുക്ക് ഫാമിലിയാണ് അവസാനിപ്പിച്ച് പോകുന്നത്. മടുത്ത് നിർത്തി പോന്ന 8 കൊല്ലം നിന്ന് എന്തിന്. പിന്നെ അന്ന് മിസ് ചെയ്ത സംഗതികളാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രവാസികൾക്ക് മനസ്സിലാവും കേട്ടോ. പ്രവാസികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവരൊക്കെ അത് ആഗ്രഹിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനന്ന് ഒരുപാട് ആഗ്രഹിച്ച സംഗതികളാണ് കേട്ടോ അതൊക്കെ. എല്ലാ ലീവിനും വന്നിട്ട് ആ ഒരു മാസമോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഞാനൊരു 20 ദിവസമോ 10 ദിവസമൊക്കെ വരലുണ്ടായി. എന്നിട്ട് ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് പോകാമെന്നല്ലാതെ വേറൊരു ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷ നിർവൃതിയിലാണ് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ആർക്കും പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ആ ഒരു ഫീൽ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാണ് ഇവിടെ. കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കണം. എന്താ ചെയ്യാൻ. ഇപ്പം നമുക്ക് നിറവേറി. അപ്പം പ്രവാസികളോടും എല്ലാവരോടും ആർക്കും ആണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അന്ന് നമുക്ക് ചെയ്യാൻ ആഗ്രഹിച്ച സംഗതികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും വേണമെങ്കിലും വരാം, കോണ്ടാക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സംഘം ആൾക്കാരായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർമാട് ഇനിയും വലുതാക്കേണ്ടി വരും. വേറെ ഏർമാട് കൂടി കെട്ടേണ്ടി വരും. കാരണം നമ്മൾ 4 ആൾ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിൽ പോരാത്തതിന് എക്സ്ട്രാ വരുന്ന ആൾക്കാർ 4 ആളെങ്കിലും 4 ആൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം. നമുക്ക് ഏർമാട് വലുതാക്കിയേ പറ്റുള്ളൂ. ഇന്നലെയൊക്കെ വന്ന ആനമായത്തെ സാധനമൊക്കെ ഇവിടെ താഴത്ത് വന്നാൽ മതി. അത്യാവശ്യം നല്ല ഉയരം വേണം. നമുക്ക് കിച്ചൺ മാത്രം ഇത്ര ഉയരത്ത് നടക്കുള്ളൂ. ഇതൊക്കെ ആനക്ക് സുഖമായിട്ട് ഇതിൻ്റെ മുക്കാ ഭാഗണ്ട ആനല്ലേ. ആനക്ക് സിമ്പിൾ ആട്ടോ ഇവിടുന്ന്. അതെ, അത് കിച്ചണ് വലിച്ചു കളിയിട്ട് മതി. പക്ഷെ നമ്മളെത്തൂല. നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഓനെ കഴിഞ്ഞ് ഒരാൻ്റെ മുളത്തുകൂടി കയറി നമ്മുടെ കേമാ തണ്ണിക്കുട്ട. ഞാൻ അതിൻ്റെ മുകളിൽ ഇതേപോലെ അത്രയും ഹൈറ്റിൽ നമുക്കൊരു ഏർമാടം കൂടി കെട്ടണം വേണമെന്നുണ്ടെങ്കിൽ. അതായത് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരുന്നതായിരിക്കും എല്ലാവർക്കും ഉത്തമട്ടോ. അതാകുമ്പോൾ മഴക്കാലത്ത് ഇതിൻ്റെ നിഗൂഢതയും പേടി നല്ലോണം അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല കാഴ്ചകളും കാണാം. ഈ കാടിൻ്റെ ഒക്കെ സൗന്ദര്യം ഉണ്ടല്ലോ, മഴ ഈ മലകളെ സൗന്ദര്യം, കാടിൻ്റെ സൗന്ദര്യം ഒന്നും പറയാലോ കേട്ടോ. അതുകൂടി ആവട്ടെ. മഴക്കാലം ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മതിയാവില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മതിയാവില്ല ചിലപ്പം മഴക്കാലത്ത്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അമ്മാതിരി കാടല്ലേ. മഴ ആ കാട്ടിലേക്ക് പെയ്യുന്ന വിഷല് ഞങ്ങൾ ഇവിടെ ഇരുന്നിങ്ങനെ പിടിക്കും. ഇതിൻ്റെ മുകളിലിരുന്ന് മഴ ഇങ്ങനെ പിന്നെ മഴ പെയ്യട്ടെ അല്ലേ. അതായത് മാക്സിമം എല്ലാ സമയത്തും കോട ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. ഡിസംബർ മാസം വരെ നല്ല കോടയുണ്ട് ഉണ്ടായി പൊതുവെ. നമ്മൾ എണീക്കൂലെന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാം. ഏതായാലും ഇപ്പോൾ കുറച്ച് ശമനം ഉണ്ട് കേട്ടോ വേദനക്ക്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കറക്റ്റാണ്. എന്തേ വേദന ശരിയാ. ഒരു ദിവസം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അനുഭവിച്ചേ പറ്റുള്ളൂ. കിടന്നൽ കൂട്ടത്തിൽ പോയി കാലിട്ട മതി. ഇത്രക്കൊക്കെ ഭീകര സാധനം ഇനി ആ സാധനം. ഇത് മയമാക്കി വേയാമ്പലല്ലേ? ആടാ വേയാമ്പലി. നോക്കി വേഴാമ്പല് നോക്കി. ഇതേതാ ഐറ്റം വേഴാമ്പല്? അടിപൊളി വേഴാമ്പൽ. റമീസേ വേഴാമ്പലം കാണേ കണ്ടോ? അതാ ആ മരത്ത് മരിച്ച ചില്ലമല്ലതാ കണ്ടോ? ഇത് വേറെ ഐറ്റം വേഴാമ്പലാണല്ലോ. 2-3 ഐറ്റം ഉണ്ട് വേഴാമ്പൽ. കോഴി വേഴാമ്പലും വേറെ എന്തോ വേഴാമ്പൽ തന്നെയാണ്. കൊക്ക് കണ്ടിട്ട് അയ്യ എന്താ ഭംഗിയില്ലേ. അയ്യ നമ്മളടുത്ത് തന്നെ വന്ന് കയറി കേട്ടോ. സനുവിൻ്റെ ഫോണിൻ്റെ റിട്ടിങ്ങില്ലേ നല്ല ക്ലാരിറ്റിയിൽ പിടിക്കാൻ. അട്ടുണ്ടെങ്കിൽ അട്ട S23 പാറി പോയിട്ടൊന്നുമില്ല, എൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ അടുത്തതാ വെട്ടിയിട്ട പോലെ കിടക്കണേ.
എൻ്റെ മോനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഓർമ്മകൾ കരോടും പോലെ നമ്മളെ വേയാമ്പലിനും കണ്ട് ആനനെയും കണ്ട് ഒക്കെ നമ്മളെ കാലിലോട്ട് വന്ന് നിന്ന് പോയിട്ടു. വേഴാമ്പലും ആനയൊക്കെ